ഈ സ്റ്റേറ്റ് CBSE ICSEയിലെ കുട്ടികൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കോൺസെപ്റ്റാണ് ഓർഗാനിക് കെമിസ്ട്രി. പല പ്രശ്നങ്ങളും അവർക്ക് ഇതിൽ പറയുന്നുണ്ട്. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, എല്ലാ റിയാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാണ്. അതിനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയല്ല പഠിക്കുന്നത്. ഓരോ റിയാക്ഷനും ഓരോ ഉദ്ദേശമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അപ്പം ഓക്സിഡൈസിങ് ഏജൻറ്റ് കുറച്ച് പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ആൽക്കലൈൻ KMnO4, ആസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, ഇവരെല്ലാം നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഒരു സെപ്പറേറ്റ് പേജിൽ ഈ ഒരു റിയേജൻസ് എഴുതി വയ്ക്കുക. സിമിലർലി റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റിഡക്ഷന് വേണ്ടവരാണ് ഇവർ. അവരകത്ത് ഹൈഡ്രജൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ്, ഇവരെല്ലാം നല്ല റെഡ്യൂസിങ് ഏജൻറ്റാണ്. ഇവിടെ നടക്കുന്നത് ഓക്സിജൻ്റെ റിമൂവൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ അഡീഷൻ ആയിരിക്കും. അപ്പം ഇതും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കുക, ആവശ്യം വരും. പിന്നെ ഡീഹൈഡ്രേഷൻ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റിമൂവൽ ഓഫ് വാട്ടർ. അതിനൊരു 2-3 റിയേജൻറ്റ് വരെ നിങ്ങൾ റെഡിയാക്കി വെച്ചേക്കണം. ഒന്ന് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ്, ഇവരെല്ലാം നല്ല ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരാൾ പോയിട്ട് വേറൊരാൾ വരുന്നതാണ്. ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട കുറച്ച് ആൾക്കാരെ നിങ്ങൾ എപ്പോഴും സെറ്റാക്കി വയ്ക്കണം. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്നതാണ് കൺവേർഷൻ പ്രാക്ടീസ് ചെയ്തേ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് റിയാക്റ്റൻ്റ് എഴുതുക, എന്താണോ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് അതും എഴുതുക, നല്ലോണം ഒന്ന് നോക്കുക ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഏതിലേക്കാണ് മാറ്റേണ്ടതെന്ന്. ഇപ്പം ശരിക്കുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കഹോളിനെ ഒന്ന് ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. ആൽഡിഹൈഡിനെ കുറച്ചുകൂടെ നല്ലോണം ഓക്സിഡേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ആസിഡ് ആവും. ആസിഡിനെ ആൽക്കഹോൾ വെച്ച് ട്രീറ്റ് ചെയ്താൽ എസ്റ്റർ ആവും. എസ്റ്ററിനെ നമ്മൾ അമണോളിസിസ് ചെയ്താൽ അമൈഡ് ആവും. അമൈഡിനെ പിന്നെ നമ്മൾ കാർബിലമീൻ റിയാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമീൻ കിട്ടും. അമീനെ പിന്നെ റിഡക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെത്തിലേഷനോ വല്ലതും ചെയ്താൽ നമുക്ക് ആൽക്കെയിൻ കിട്ടും. ഇതാണ് അതിൻ്റെ പാറ്റേൺ. ഇനി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ കുറച്ച് റിയേജൻറ്റ് വരെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അവരെയും കൂടെ വെച്ചങ്ങ് കൺവേർഷൻ നടത്തുക. കാർബൺ 1 കൂടുകയാണെങ്കിൽ ഏത് റിയാക്ഷനാണ് എടുക്കേണ്ടത്, കാർബൺ 1 കുറയുകയാണെങ്കിൽ ഏത് റിയാക്ഷനാണ് എടുക്കേണ്ടത്, ഇതൊക്കെ പാറ്റേണുകളുണ്ട്, മനസ്സിലാക്കി വെക്കുക. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോയിൽ എല്ലാം കൂടി പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. എൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പിന്നെ പറയുന്നതായിരിക്കും. അപ്പം ഇത് പ്രശ്നമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.